ഹലോ എവ്രി വൺ, ഞങ്ങളുടെ ടാസ്മാനിയൻ യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ. ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലീകരിക്കാനുള്ള യാത്രയാണ് ഇത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ്ലി ഓൺഡ് ലാവൻഡർ ഫാമും പ്രകൃതി രമണീയമായ ഒട്ടനവധി സ്ഥലങ്ങളുമുള്ള ഓസ്ട്രേലിയയുടെ സ്വന്തം ഐലൻഡ് സ്റ്റേറ്റായ ടാസ്മാനിയയിലേക്കുള്ള യാത്ര. ഡിസംബറാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ടാസ്മാനിയ. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഹോളിഡേയ്സും ഷട്ട് ഡൗൺ പീരീഡും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഡിസംബർ ആവാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. രാവിലെ 6:30 സിഡ്നിയിൽ നിന്നുള്ള ഫ്ലൈറ്റ്. ആസ് യൂഷ്വൽ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളിൽ മനം മയങ്ങിയിരിക്കുകയാണ് ഞാൻ. ഈ ഇളം വെയിൽ തട്ടി തിളങ്ങുന്ന മേഘങ്ങളെയൊക്കെ കണ്ടോ? ഇപ്പോൾ ആ മേഘങ്ങൾക്ക് അടിയിലൂടെയാണ് നമ്മൾ പറക്കുന്നത്. സൂര്യൻ അത് അതിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ ടാസ്മാനിയയിൽ ലാൻഡ് ചെയ്തു. ടാസ്മാനിയയുടെ ഗേറ്റ് വേ എന്നാണ് ലോൺസെസ്റ്റൺ എയർപോർട്ട് അറിയപ്പെടുന്നത്. നല്ല തെളിഞ്ഞ ആകാശവും ഈ പച്ചപ്പും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും ഇതൊരു ഗേറ്റ് വേ ടു ഹെവൻ തന്നെയാണ്. ഡൊമസ്റ്റിക് ട്രാവൽ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെക്കിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പെട്ടിയെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തു വന്നു. എയർപോർട്ടിൻ്റെ എക്സിറ്റിൽ തന്നെയാണ് റെൻറ്റഡ് കാർസിൻ്റെ റിസപ്ഷൻ ഉള്ളത്. അവിടെ നിന്ന് കാർക്ക് കളക്ട് ചെയ്ത് പാർക്കിങ്ങിൽ പോയിട്ട് കാർ പിക്കപ്പ് ചെയ്യും. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ക്രാഡിൽ മൗണ്ടൻ ആണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ഉടനീളം ഇങ്ങനെ പച്ചപ്പ് കുതിച്ച് നിൽക്കുന്ന പുൽമേടുകളും അതിലെല്ലാം നിറയെ പശുക്കളും ആടുകളും കുതിരകളും ഒക്കെ കാണാട്ടോ. ഇത് കണ്ടോ, വാട്ടർ ഫ്രണ്ട് കോട്ടേജസ് ആണ്. എന്തൊരു ഭംഗിയായിരുന്നോ കാണാൻ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ സ്റ്റേ നോക്കായിരുന്നു എന്ന് തോന്നി. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടമായത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഓസ്ട്രേലിയയിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ മനുഷ്യരേക്കാൾ കൂടുതൽ മരങ്ങളുണ്ട്. എന്നിട്ടും അനവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഓസ്ട്രേലിയയിൽ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീടുള്ള യാത്രയിൽ മുറിച്ച മരങ്ങൾക്കപ്പുറം പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഇതൊരു കൃഷിയായിരിക്കാം. അത് കണ്ടപ്പോൾ ഒത്തിരി സമാധാനമായിട്ടോ. യാത്രയിൽ എവിടെയോ പെൻസിൽ പൈൻ ട്രീ എന്നൊക്കെ എഴുതി വെച്ചത് കണ്ടു. അപ്പോൾ ഇത് പെൻസിൽ പൈൻ ട്രീ ആണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഇത്രയും മുറിക്കുന്നത് എന്ന് മനസ്സിലായില്ല കേട്ടോ. ഈ വലിയ മെഷീൻ കണ്ടോ, ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന കൃഷിസ്ഥലമല്ലേ ഉള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ വെള്ളം തളിക്കാനോ ഫെർട്ടിലൈസർ തളിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് ദൂരെ ആ വെള്ള കളറിൽ കാണുന്നത് ഇത് എന്ത് ടൈപ്പ് പൂക്കളാണെന്ന് ഒട്ടും മനസ്സിലായില്ല. ആ ഫാമിലേക്ക് എങ്ങനെ ആക്സസ് കിട്ടുമെന്ന് കുറേ ഗൂഗിളിൽ നോക്കി, ഒരു ക്ലൂവും കിട്ടിയില്ല. ദൂരെ അതാ മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരകൾ. അതിലെവിടെയെങ്കിലും ആവാം ക്രാഡിൽ മൗണ്ടൻ. പറഞ്ഞു തീർന്നില്ല. ഇത് മൂടൽമഞ്ഞ്. ആദ്യമായിട്ടാട്ടോ ഇത്രയും ദൂരം മൂടൽമഞ്ഞുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നേ. ഇവിടെ ഇപ്പോൾ സമ്മറാണത്രേ. സമ്മറിൽ ഇങ്ങനെയാണെങ്കിൽ വിൻ്ററിൽ എന്തായിരിക്കും അവസ്ഥ? ടാസ്മാനിയ അന്റാർട്ടിക്കയ്ക്ക് അടുത്തായതുകൊണ്ടാണ് ഇവിടെ സമ്മറിലും ഇത്രയും തണുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയായിരുന്നേ പുറത്ത്. മഞ്ഞും ഇളം വെയിലും അങ്ങനെയായിട്ട് ഒരു മാക്സിമം 24 ഡിഗ്രി അത്രയൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ഓരോ ദിവസവും. ഇത് നോക്കിയേ, ഇത്രയും തിക്ക് മഞ്ഞ് കാരണം ഞങ്ങൾക്ക് റോഡിൻ്റെ വിസിബിലിറ്റി വളരെ കുറവായിരുന്നേ. എങ്കിലും എന്താ, ഇതൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ. പക്ഷെ പോകുന്ന സ്ഥലത്ത് നമുക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ഒന്നും വിചാരിച്ചില്ല, എന്തായാലും പോയി നോക്കാമെന്ന് വെച്ച്. ഞങ്ങൾ ക്രാഡിൽ മൗണ്ടനിൽ എത്തിയിട്ട് യാത്ര തുടങ്ങുമ്പോൾ നല്ല ക്ലിയർ സ്കൈ ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റി.
അങ്ങനെ ഞങ്ങൾ ക്രാഡിൽ മൗണ്ടൻ ഒക്കെ വിസിറ്റ് ചെയ്ത് ഈവനിങ് അവിടെ നിന്ന് തിരിച്ചു. ക്രാഡിൽ മൗണ്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. മൊത്തം 5 days കുറേ കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യാനുണ്ട് ഞങ്ങൾക്ക്. യാത്രയിൽ ബോറടി മാറ്റാനായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിനിമാ പേരും അന്താക്ഷരിയും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയാക്കിയിട്ടാണ്. ടാസ്മാനിയയുടെ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈസ്റ്റ് വഴി സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആ വഴി ഉടനീളം കുറേ വൈറ്റ് സാൻഡ് ബീച്ചസും പിന്നെ ഈ പോർട്ടുകളും ഒക്കെ കാണാണ്ടായിരുന്നു കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അത്. ഈ 5 days ഞങ്ങൾ പോയ സ്ഥലങ്ങളും അടിപൊളി കാഴ്ചകളും ഒക്കെ ഞങ്ങൾ മറ്റ് വീഡിയോസിൽ ഷെയർ ചെയ്യാമേ. ടാസ്മാനിയ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ടാസ്മാനിയ കൂടെ ആഡ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങളുടെ 5 days അമേസിങ് വെക്കേഷന് ശേഷം ഹൊബാർട്ട് എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ സിഡ്നിയിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ മറ്റ് ടാസ്മാനിയൻ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.